കലാകിരീടം നേടിയ കണ്ണൂർ ടീമിന് ജില്ലാ അതിർത്തിയായ മാഹിപ്പാലത്തിൽ വെച്ച് സ്വീകരണം. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുകയാണ്. ഫെലിക്സ്, കൗമാര കലാതാരങ്ങൾക്ക് എത്രത്തോളം ഹൃദ്യമായ സ്വീകരണമാണ് കണ്ണൂർ നൽകുന്നത്? മധു, തീർച്ചയായും ഉജ്ജ്വലമായ സ്വീകരണമാണ് കണ്ണൂർ ടീമിന് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നൽകിയത്. കണ്ണൂരിന്റെ ജില്ലാ അതിർത്തിയായ കണ്ണൂർ നഗരം വരെയും വഴി നീള വലിയ രീതിയിലുള്ള സ്വീകരണങ്ങൾ ലഭിച്ചുകൊണ്ടാണ് എത്തുന്നത്. ഇപ്പോൾ എടക്കാട് ഈ ഘോഷയാത്രയായി തുറന്ന ജീപ്പിലൂടെ ഈ കിരീടവുമായി ഈ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം കണ്ണൂർ നഗരത്തിലേക്ക് എത്തും. കണ്ണൂരിൽ വലിയ വരവേൽപ്പ് ഒരുക്കിയിട്ടുണ്ട്. ടി പത്മനാഭൻ ഈ സമ്മാനം നേടിയ ടീം അംഗങ്ങളെയൊക്കെ തന്നെ ആദരിക്കും. അങ്ങനെ വലിയ രീതിയിലുള്ള ചടങ്ങ് തന്നെയാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മാഹിപ്പാലത്തിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദേവിയും ഒപ്പം തന്നെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും ചേർന്നാണ് ഈ ടീം അംഗങ്ങളെ സ്വീകരിച്ചത്. തുടർന്ന് തുറന്ന ജീപ്പിൽ ഇപ്പോൾ കണ്ണൂരേക്ക് വരികയാണ്. അങ്ങനെ വലിയ ആവേശജനമായ സ്വീകരണം. പ്രത്യേകിച്ചും 23 വർഷങ്ങൾക്ക് ശേഷം കണ്ണൂരിന്റെ മണ്ണിലേക്ക് കലാകിരീടം എത്തുമ്പോൾ അത് വലിയ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒന്നായി മാറുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ കോഴിക്കോട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കോഴിക്കോട് കിരീടത്തിലേക്ക് എത്തിയപ്പോൾ വലിയ നിരാശ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു. ഇത്തവണ അതേ കോഴിക്കോടിനെ തന്നെ പിന്നിലാക്കിക്കൊണ്ട് കിരീടം കണ്ണൂർ ചൂടുമ്പോൾ വലിയ ആവേശവും ഉജ്ജ്വലമായ സ്വീകരണവും തന്നെയാണ് എല്ലാ ടീം അംഗങ്ങൾക്കും നൽകുന്നത്. സ്കൂൾ കുട്ടികളടക്കം സ്വീകരിക്കാനായി എത്തി. അങ്ങനെ ധാരാളം പേർ എത്തി അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ടീം അംഗങ്ങളെ സ്വീകരിച്ചുകൊണ്ട് കണ്ണൂരേക്ക് എത്തുന്നത്. ഇപ്പോൾ എടക്കാട് എത്തിയിട്ടുണ്ട് ഈ കുട്ടികൾ. അതിനുശേഷം കണ്ണൂരേക്ക് എത്തും. കണ്ണൂർ കാൽടെക്സ് മുതൽ ടൗൺ സ്ക്വയർ വരെ ആവേശോജ്വലമായ ഒരു സ്വീകരണം തന്നെയാണ് വീണ്ടും ഒരുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും അനുമോദന ചടങ്ങ്. ടി പത്മനാഭനായിരിക്കും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക. അങ്ങനെ 23 വർഷത്തിന് ശേഷം ഏതാണ്ട് 2 പതിറ്റാണ്ടിന് ശേഷം കണ്ണൂരിലേക്ക് എത്തിയ കലാകിരീടം ടീം അംഗങ്ങൾക്ക് വലിയ രീതിയിലുള്ള വരവേൽപ്പ് തന്നെയാണ് കണ്ണൂർ നൽകുന്നത്. ശരി, ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്.